യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തോമാവൂർ യുവജനങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചു ഈ നാട്ടിലുള്ള എല്ലാ വീടുകളും കയറി അവിടെയുള്ള വേസ്റ്റായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പികൾ, ഇരുമ്പ് പാത്രങ്ങൾ ഇവയെല്ലാം പിറക്കി വിറ്റുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താലോ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 50ഓളം യുവജനങ്ങൾ ഈ നാട്ടിലുള്ള പല വീടുകളും കയറി ഇറങ്ങി അവിടെ നിന്ന് ഈ ആക്രി സാധനങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്, കുപ്പി, പാട്ട അങ്ങനെല്ലാം പിറക്കിക്കൊണ്ട് ഞങ്ങൾ തോമാവൂരം പള്ളി ശേഖരിച്ചു. അത് വിറ്റ് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണ്: ആരെങ്കിലുമൊക്കെ സഹായിക്കാം, പാവങ്ങളെ സഹായിക്കാം. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. അപരനെ സ്വന്തമായി കാണുമ്പോൾ, അപരന്റെ വേദന സ്വന്തം വേദനയാകുമ്പോൾ അവനിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ദൈവാത്മാവിനാൽ പ്രചോദിതമായി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളെയാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാലിൽ തോമാപുരം ഇടവകയിലെ ഇവരുടെ വിശേഷങ്ങൾ തുടരുന്നു. യുവജനങ്ങൾ എന്നും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. ഈ പ്രായത്തിലാണ് നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. KCYM-ൽ വരുന്നതിലൂടെ ഓരോ യുവജനങ്ങളിലും ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം രൂപീകരിക്കുവാൻ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒത്തിരി സഹായിക്കുന്നുണ്ട്. നേതൃത്വ പാഠവും വളർത്തിയെടുത്തുകൊണ്ട് വരുവാനും കാര്യക്ഷമമായ കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി, വിശിഷ്യ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് KCYM മീറ്റിങ്ങുകളും മറ്റു പ്രവർത്തനങ്ങളും ഞങ്ങൾ വീക്ഷിക്കുന്നത്. ഒത്തിരി അവസരങ്ങളാണ് യുവജനങ്ങൾക്ക് ഇത് നൽകുന്നത്. സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത് നമുക്ക് ഈ ഒരു KCYM കൂട്ടായ്മയിലൂടെ ചെയ്യുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട്. മാത്രമല്ല, സഭയെ കൂടുതലായിട്ട് അടുത്തറിയുവാനും സഭയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹവുമായും സഭയുമായും നല്ല ബന്ധം സ്ഥാപിക്കുവാനും ഇത്തരം കൂട്ടായ്മകൾ ഒത്തിരി സഹായകമാകുന്നുണ്ട്. പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഒത്തിരി ശക്തി യുവജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഏതൊരു കാര്യം നടന്നാലും ഞങ്ങൾ യുവജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു തീഷ്ണതയുള്ള പ്രാർത്ഥനാ ചൈതന്യമുള്ള യുവജനങ്ങളായി മാറുവാൻ KCYM-ൽ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി സാധിക്കുന്നുണ്ട്. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ക്രിസ്തുവിലേക്ക് ഒരുപാട് യുവജനങ്ങളെ കൊണ്ടുവരുവാനാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായിട്ടും ക്രിസ്തുവിനൊപ്പം നിൽക്കുന്ന, സഭയ്ക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് യുവജനങ്ങൾ വളർന്നു വരേണ്ട ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വാട്സപ്പിനും ഫേസ്ബുക്കിനും അതുപോലുള്ള ടെക്നോളജികൾക്ക് പുറകെ യുവജനങ്ങൾ പോകുമ്പോൾ, ഫാഷന് പുറകെ യുവജനങ്ങൾ പോകുമ്പോൾ, മദർ തെരേസനെ പോലെ ആത്മീയതയുടെ പുറകെ പോകുന്ന യുവജനങ്ങളെ നമുക്ക് ആവശ്യമാണ്.
അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. വരും കാലങ്ങളിലും ഞങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ പാവങ്ങൾക്കുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് വീട് പണിയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും പാവങ്ങളായ ആൾക്കാർക്ക് വീട് പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുപോലെ സാധുക്കളായ ഒരുപാട് യുവതികളുണ്ട് ഈ നാട്ടിൽ, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇത് 1200ഓളം വീട്ടുകാർ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വലിയ ഫൊറോൻ ഇടവകയാണിത്. ഈ ഇടവകയിൽ ആകമാനം സമ്പൂർണ്ണ ഇടവക അവയവദാന സമ്മതപത്രിക ഒപ്പിടാൻ വേണ്ടി ഒപ്പിടൽ കർമ്മം നിർവഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിലൂടെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ, ജീവൻ ആവശ്യം വരുമ്പോൾ സഹായിക്കാനുള്ള സന്മനസ് എല്ലാ ജനങ്ങളും എത്തിക്കുക. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷി നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷി നൽകിക്കൊണ്ട് ഈ ലോകത്തിന് മാതൃകയാകുന്ന ഒരു നല്ല യുവജനങ്ങളായി, യുവ നേതൃത്വങ്ങളായി, യുവ തുർക്കികളായി മാറാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള കൃപാവരം സർവേശ്വരൻ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. Youth for Christ. ഇവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതിനുള്ള പ്രധാന കാരണം തോമാപുരം ഇടവക ഇവർക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 9 വാക്യം. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഈ വചനം അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചവരാണ് യുവജനങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: യുവജനങ്ങളെ, നിങ്ങളാണ് സഭ. സഭയുടെയും ലോകത്തിൻ്റെയും പ്രതീക്ഷ നിങ്ങളിലാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളാണ് ലോകത്തിൻ്റെയും സഭയുടെയും പ്രതീക്ഷ. യുവജനങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് പോലെ പ്രതീക്ഷയുള്ളവരായിട്ട് മാറുവാൻ ഇക്കാലത്തെ യുവജനങ്ങൾക്ക് സാധിക്കണം. ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ ഈ ലോകത്തിൻ്റേതായ സുഖങ്ങളിൽ ജീവിക്കുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചിലപ്പോഴൊക്കെ അവർ ജീവിച്ചു പോകുന്നത്. എന്നാൽ യുവജനങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന ഈ വലിയൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രവർത്തിക്കുവാനും സഹായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുക. സങ്കീർത്തകൻ പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ വചനാനുസൃതമായ ഒരു ജീവിതത്തിലൂടെ വേണം അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ. വചനത്തെ കൂട്ടുപിടിക്കാതെ ഈ ലോകത്തിൻ്റേതായ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോഴാണ് പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. വചനത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന യുവജനങ്ങൾക്ക് നാളെയുടെ പ്രതീക്ഷകളായി സഭയെ കെട്ടിപ്പടുത്തുവാൻ സാധിക്കും. യുവജനങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും യുവജനങ്ങൾക്ക് നല്ലൊരു ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. സഭയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ സഭയോട് സ്നേഹമുള്ളവരായി മാറുമ്പോഴും വചനാനുസൃതമായ ജീവിതം നയിക്കുമ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴുമൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെയുള്ള പ്രതീക്ഷ നിറഞ്ഞ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 ലോക യുവജന ദിന സമ്മേളനത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതം നൽകുന്ന പ്രബോധനം കൊണ്ട് മഹത്തരമായവ ചെയ്യുവാൻ ക്രിസ്തു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന യുവജനങ്ങളാണ് നമ്മുടെ ഇടവകയിലെ യുവജനങ്ങൾ. ഇവരുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ പഠിപ്പിച്ച പാഠങ്ങൾ വചനാനുസൃതമായവ ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഈ ഇടവകയിലെ യുവജനങ്ങൾക്ക് സാധിക്കുന്നു. ഇതുപോലെ സഭയിൽ പ്രവർത്തിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും നല്ല മാതൃക കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഇവിടുത്തെ യുവജനങ്ങൾ അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ശരീരം ദൈവം തന്നിരിക്കുന്നത് സേവനത്തിനാണ്. ആ ശരീരം നമ്മൾ ഈ ലോകത്തിൻ്റേതായ സുഖങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് നശിപ്പിക്കാതെ മനുഷ്യ സേവനത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് യുവജനങ്ങൾക്ക് മറ്റ് യുവജനങ്ങൾക്കും ഇതര ക്രൈസ്തവ സമൂഹങ്ങൾക്കും അക്രൈസ്തവരായിട്ടുള്ളവർക്കുമൊക്കെ നമുക്ക് നല്ല മാതൃക കൊടുക്കുവാൻ സാധ്യമാകുന്നത്. സഭയിലൂടെ യുവജനങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും മറ്റു വ്യക്തികളുടെ ഇടയിലേക്ക് വചന സന്ദേശം കൊണ്ടുചെന്ന് എത്തിക്കുന്നതിലൂടെയും മൂല്യബോധനം കൊടുക്കുന്ന നല്ല ക്ലാസ്സുകളിലൂടെയുമൊക്കെ യുവജനങ്ങൾ ക്രിസ്തുവിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അവരുടെ പഠന മേഖലകളിലും അവരായിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ എല്ലാ യുവജനങ്ങൾക്കും സാധിക്കട്ടെ.
നാളെയുടെ പുത്തൻ പ്രതീക്ഷകളുള്ള യുവജനങ്ങളാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. യുവജനങ്ങളെ, നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ലോകത്തിനും സഭയ്ക്കും സമൂഹത്തിനും നല്ല സേവനം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന നല്ല യുവജനങ്ങൾ സഭയിൽ ഉണ്ടാകട്ടെ. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിലെ യുവജനങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഈ യുവജനങ്ങൾ പാവപ്പെട്ടവർക്കായിട്ട് വീടുകൾ വെച്ച് കൊടുക്കുമ്പോഴും ആരാധനയും പ്രാർത്ഥനകളുമൊക്കെ മറ്റുള്ളവർക്കായിട്ട് വേണ്ടി നടത്തി പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുമ്പോഴും അനാഥാലയങ്ങൾ സന്ദർശിക്കുമ്പോഴുമൊക്കെ ഇവർ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വചനാനുസൃതമായി ഒരു ജീവിതം നയിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കും നല്ല മാതൃകയായി തീരാൻ ഇടയാകട്ടെ. യുവജനങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയും സഭയും സമൂഹവും നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയും പുത്തൻ ഉണർവേകിക്കൊണ്ട് നിങ്ങൾക്ക് നാളെയുടെ നല്ല മക്കളായി തീരാൻ ഈ ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങൾക്കും സാധിക്കട്ടെ. ഒത്തൊരുമയോടുകൂടി സഭയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് അനുദിനം മുന്നേറാം. Youth for Christ. Youth for Christ. ഇതൊരു കുടിയേറ്റ മേഖലയാണ്. കുടിയേറ്റത്തിൻ്റെ 70ാം വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെ പ്രായമുള്ള ഞങ്ങളുടെ അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും ഈ പള്ളിയിൽ വിളിച്ചു വരുത്തുകയും അവരെ ഷാളണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇവിടുത്തെ യുവജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് KCYM-ന് വേണ്ടി കൂടാൻ വേണ്ടി പറയുമ്പോൾ ഒരുമിച്ച് കൂടുകയും എന്ത് പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നാട്ടിൽ അക്രൈസ്തവരായ ഒരുപാട് ആൾക്കാർക്ക് മാതൃകയായിക്കൊണ്ട് അവരെല്ലാം ഒരുപാട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ ഈ നാട്ടിലെ ടൗണിൽ ഇറങ്ങിക്കൊണ്ട് ഈ ടൗണിലെ പല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഓടകളൊക്കെ ക്ലീനാക്കിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരിക്കൽ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ കൈ വരെ തീക്കാത്തിരുന്ന് പൊള്ളി കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ട അവസ്ഥ പോലെ അത് ഒരു വലിയ മാതൃകയാണ് മാറി. അങ്ങനത്തെ സാഹചര്യം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. Youth for Christ.
for Christ. പലപ്പോഴും ഞങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ നോക്കി പലപ്പോഴും പല കൂട്ടുകാരും സുഹൃത്തുക്കളും അയൽക്കാരൊക്കെ ഞങ്ങളെ കളിയാക്കാറും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനു നിങ്ങൾക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ മാത്രം എന്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ KCVന് വേണ്ടി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ കളിയാക്കാറുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു സത്യമുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലൊരു ക്ലാസ് എടുത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ക്ലാസ് എടുത്തു ഒരിക്കൽ ഫാദർ ലൂക്കോസ് മറ്റേ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലും ഉണ്ടാകാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ക്രിസ്തു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. ആ ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തു കുരിശിൽ മരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുരിശിൽ ഏർപ്പെടുമ്പോഴും ക്രിസ്തു ഒറ്റ ലക്ഷ്യമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്നു, ക്രൈസ്തവ സഭയെ വാർത്തെടുക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിത്തിരിച്ച ക്രിസ്തുവിന് വേണമെങ്കിൽ, ഒരുപാട് കഴിവുള്ള ക്രിസ്തുവിന് വേണമെങ്കിൽ ഈ കുരിശ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചപ്പോൾ ആ പരിഹാസങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു. കുരിശിൽ മരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളായി മാറുന്നതും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നല്ല യുവാക്കളായി മാറുന്നു, യുവജനങ്ങളായി മാറുന്നു. ആ ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടും സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തലുണ്ടായാൽ പോലും അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാകാൻ വേണ്ടി കാരണം. Youth for Christ. എനിക്ക് എൻ്റേത്, എൻ്റെ കുടുംബം എന്ന് ചുരുങ്ങി വരുന്ന പുത്തൻ പ്രവണതയ്ക്ക് ഇവർ തീരാക്കളങ്കമാണ്. തനിക്കു മാത്രമല്ല, തൻ്റെ സമൂഹത്തിലെ ഓരോ പൗരനും അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നു. ഇവരുടെ ഈ ചിന്തകൾക്ക് കരുത്തു നൽകുന്നതാകട്ടെ യേശുവിൻ്റെ നാമവും. അനുദിന പ്രാർത്ഥനയിലൂടെ ഇവർക്ക് ലഭിക്കുന്ന ഊർജം തങ്ങളുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പ്രസരിക്കുമ്പോൾ ഈ കൂട്ടായ്മ വളരുകയാണ്. ക്രിസ്തുവിനു വേണ്ടി ഒരു പുതിയ സമൂഹമായി യുവജന മുന്നേറ്റത്തിൻ്റെ മറ്റൊരു മുഖം ഇവർ നമുക്ക് കാണിച്ചു തരുന്നു. Youth for Christ. ഇന്നത്തെ യൂത്ത് ഫോർ ക്രൈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.